ഇഷ്യൂ ചെയ്തിരിക്കുന്നു. ഇൻഡിഗോ എയർലൈൻസിന്റെയും അഡ്വൈസറി വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ വിമാന സർവീസുകളും എയർപോർട്ടുകളും അവരുടെ എയർപോർട്ട് ചെക്കിങ്ങുകൾ വളരെ ശക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വിസിറ്റർ എൻട്രി ടു ടെർമിനൽ ബിൽഡിംഗ്സ് ബാൻ, അതായത് വിമാനത്താവള ടെർമിനലുകളിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനവും ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ശക്തമായ ഒരു സുരക്ഷാ സംവിധാനത്തിലേക്ക് രാജ്യം കടന്നു പോവുകയാണ്. പൗരന്മാരുടെ പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ സർക്കാരും സംവിധാനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. MG രേണുക വിവരങ്ങളുമായി. രേണു, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം റാവൽപിണ്ടിയിൽ, ലാഹോറിൽ, ഇസ്ലാമാബാദിൽ നടത്തിയ ആക്രമണങ്ങളാണ്. കഴിഞ്ഞ ദിവസം ബഹാവൽപൂരിൽ 100 കിലോമീറ്റർ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ആക്രമണം നടത്തിയപ്പോൾ തന്നെ നമ്മൾ തെളിയിച്ചതാണ്. എവിടെ വേണമെങ്കിൽ ആക്രമണം നടത്താൻ ഇന്ത്യ പ്രാപ്തമാണ് എന്നത് തെളിയിച്ചതാണ്. ഇപ്പോഴത്തെ ഈ ആക്രമണം, ഷഹബാസ് ഷെരീഫിന്റെ കുടുംബ വീടിന് തൊട്ടടുത്ത് വരെ എത്തിയ ആക്രമണത്തിൽ എത്രത്തോളം വിറച്ചിട്ടുണ്ട് പാകിസ്ഥാൻ? അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ വിറച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കനത്ത തിരിച്ചടിയാണ് ശ്രീജ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നൽകുന്ന ദൃശ്യങ്ങൾ തന്നെ അതിന്റെ ദൃഷ്ടാന്തമാണ്. ആദ്യത്തെ കോളത്തിൽ കാണുന്നത് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. അത് തകർന്ന് തരിപ്പണമായിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ജിന്ന മാർക്കറ്റാണ് ലാഹോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്ന്. അത് എത്രമാത്രം തകർന്നിരിക്കുന്നു എന്നതറിയാം. അത് പാകിസ്ഥാന്റെ നെഞ്ചത്തേറ്റ തീ എന്ന് വേണം നമ്മൾ കരുതാൻ. ആ രീതിയിലുള്ള തിരിച്ചടി പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുകയാണ്. INS വിക്രാന്ത്, ഇന്ത്യയുടെ അഭിമാനം, അതാണ് പാകിസ്ഥാനിലെ കറാച്ചിയിലെ തുറമുഖം തകർത്തുകൊണ്ട് പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കറാച്ചി തുറമുഖത്ത് ഇന്ത്യ സമാനതകളില്ലാത്ത ആക്രമണം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ പാകിസ്ഥാനുമായി ഇതിനു മുൻപൊന്നും ഏറ്റുമുട്ടിയപ്പോൾ ഇല്ലാത്ത വിധം പാകിസ്ഥാനുള്ളിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഉറപ്പാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്നലെ പാകിസ്ഥാന് ഇന്ത്യയുടെ സാമ്പിളായിരുന്നു വെടിക്കെട്ടെങ്കിൽ ഇന്ന് ആ വെടിക്കെട്ട് അതിന്റെ പൂർണ്ണ തലത്തിൽ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകുന്നു. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 മണിക്കൂറുകൾ, സന്ധ്യ തുടങ്ങി 3 മണിക്കൂർ പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകിയ തിരിച്ചടി എന്താണോ, ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണം എന്താണോ, അതിനെയൊക്കെ പാടെ തകർത്തുകൊണ്ട് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയെ കാത്തു. അതിനുശേഷം പാകിസ്ഥാനുള്ള തിരിച്ചടിയുടെ സമയമായിരുന്നു. അതിപ്പോഴും തുടരുന്നു. ലാഹോറിലും ഇസ്ലാമാബാദിൽ ഷഹബാസ് ഷെരീഫിന്റെ കുടുംബ വസതിക്ക് സമീപം വരെ ബോംബ് വർഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. INS വിക്രാന്ത് ആണ് കറാച്ചിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നത്. ഇന്ത്യൻ അഭിമാനം ഉയർത്തിക്കൊണ്ട് കറാച്ചി തുറമുഖം ആക്രമിച്ചിരിക്കുന്നു ഇന്ത്യ. ഇതുവരെയുള്ള ഏറ്റുമുട്ടലിന്റെ കാലത്തൊന്നും ഉള്ള സംയമനം ഇനി ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന കനത്ത മുന്നറിയിപ്പ് തന്നെ ഇന്ത്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം ഏത് ലെവൽ വരെ, എവിടെ വരെ കൊണ്ടുപോകാം, പാകിസ്ഥാൻ എത്രമാത്രം മറുപടി നൽകാം എന്ന തീരുമാനമെടുക്കാനുള്ള അധികാരം സൈന്യത്തിന് നൽകിയിരിക്കുകയാണ്. അത് നമ്മൾ കാത്തിരിക്കുകയാണ്, എവിടെ വരെ പോകുന്നു എന്നത്. INS വിക്രാന്ത് ഉൾപ്പെടെ കളത്തിലിറങ്ങി തീമഴ വർഷിക്കുകയാണ് പാകിസ്ഥാനിൽ. വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. MG മിഥുൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, ആഗോളതലത്തിൽ തന്നെ ഏവരും ഉറ്റുനോക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് അതൊക്കെ കഴിഞ്ഞ് നേരിട്ട് തന്നെ വിദേശകാര്യ സെക്രട്ടറി ഇസ്ലാമാബാദിലേക്ക് വിവരങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ ഈ പ്രകോപനം അവസാനിപ്പിക്കണം, തീവ്രവാദത്തിന് പിന്തുണ നൽകുന്നത് നിർത്തണം എന്ന ഭാഷയിൽ തന്നെ മറുപടി പറയുമ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ പാകിസ്ഥാൻ നേരിടും? ശ്രീജ, തീർച്ചയായും അതായത് 2 ആണവശേഷിയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുകയും ചെയ്യുന്നത്. ഇവർ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ, ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. അത് കൂടുതൽ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ അത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഒരുപക്ഷെ നമുക്കറിയാം US ഒരുപക്ഷെ പാകിസ്ഥാന് ഒരു അനുകൂല നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള പിന്തുണയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഇപ്പോൾ നിലവിൽ അവർക്കൊരു വാണിംഗ് എന്ന രീതിയിൽ പാകിസ്ഥാൻ സംയമനം പാലിക്കണമെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത് ഫോണിൽ വിളിച്ചുകൊണ്ട് ഷഹബാസ് ഷെരീഫുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ആ
ആ സമയത്ത് ഇന്നത്തെ അറ്റാക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിശദീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം വൈകിട്ടുണ്ടായ കാര്യങ്ങളെ കുറിച്ച് തിരിച്ച് ഇന്ത്യ നേരത്തെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ കൃത്യമായ വിവരങ്ങൾ അമേരിക്കയും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെയും, അതായത് ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൃത്യമായി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിവരങ്ങൾ തേടുകയാണ് ലോകരാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ പിന്തുണ കൂടുതൽ ഇന്ത്യക്കൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതേസമയം ഈ പാകിസ്ഥാൻ ചെറുതായി ഒന്ന് തോണ്ടി എന്ന് നമുക്ക് ഇതിനകത്ത് പറയാം. പക്ഷേ ആ തോണ്ടലിന് അതിനും അപ്പുറത്തേക്കുള്ള, പാകിസ്ഥാൻ ചിന്തിച്ചതിനും അപ്പുറത്തേക്കുള്ള വലിയൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് INS ആദ്യം വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു. അത് ആദ്യം നൽകിയത് ലാഹോറില്, ഒപ്പം തന്നെ സിയാൽകോട്ടില്, അതിനുശേഷം പിന്നീട് കറാച്ചിയിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യൻ നേവി ആ ഒരു ആക്രമണം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. INS വിക്രാന്തിലൂടെ കനത്ത പ്രഹരം മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഓരോ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോഴും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെ പല മേഖലകളിൽ ഇന്ത്യയുടെ മിസൈൽ വർഷം ഉണ്ടായതിനു ശേഷം പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നഗരമേഖലകളിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളാണുള്ളത്. പാകിസ്ഥാനെ നടുക്കുന്ന തരത്തിൽ, പാകിസ്ഥാനെ വിറപ്പിച്ച തരത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന സാഹചര്യം, പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ നടത്തിയ ആക്രമണം, പ്രകോപനം അത് വേണ്ടായിരുന്നു എന്ന് നവാസ് ഷെരീഫിനും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് പോലും തോന്നുന്ന തരത്തിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയൊരു തിരിച്ചുവരവ്, അതായത് ഇനി ഇതിൽ നിന്ന് ഒരു പിന്നോട്ടില്ല എന്ന രീതിയിൽ തന്നെ പൂർണ്ണമായും തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ശക്തമായി പ്രഹരിച്ച് തീമഴ വർഷിച്ചുകൊണ്ട് INS വിക്രാന്തും ഇന്ത്യയുടെ വ്യോമസേനയും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യം തിരിച്ചടിക്കുകയാണ്. അതായത് 3 സേനകളും ഒരുമിച്ച് പാകിസ്ഥാന് മേലെ തിരിച്ചടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പാക് പ്രധാനമന്ത്രിയുടെ വീടിനടുത്ത് വരും വലിയ രീതിയിൽ സ്ഫോടനം ഉണ്ടാകുന്നു. പാക് പ്രധാനമന്ത്രിയെ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. ഷഹബാസ് ഷെരീഫിനെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പത്താൻകോട്ടിലാണ്, അതായത് പഞ്ചാബിലെ പത്താൻകോട്ടിലാണ് ഏറ്റവും ഒടുവിൽ പാകിസ്ഥാന്റെ മറ്റൊരു വിമാനം കൂടി, ജെറ്റ് വിമാനം കൂടി തകർത്തിട്ടു. അങ്ങനെ 4 പാക് പോർ വിമാനങ്ങളാണ് ഇന്ത്യ തകർത്തത്. 2 പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും നോക്കുമ്പോൾ സർവനാശം പാകിസ്ഥാന് മേൽ ഇന്ത്യ അഴിച്ചുവിടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമാബാദ് ആക്രമിക്കുന്നു, ലാഹോർ ആക്രമിക്കുന്നു, ഒപ്പം തന്നെ സിയാൽകോട്ട് ആക്രമിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങൾ, അതായത് ഡൽഹിയിലെ